ദൈവം മോശയോട് പറയുകയാണ്, മോശേ, ഒരഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൻ്റെ മേൽ തൂക്കണം. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൻ്റെ മേൽ തൂക്കി. ഇവിടെ ഒരു ചോദ്യം, എന്തിനാണ് ഒരു സർപ്പത്തിൻ്റെ രൂപം താമ്രം കൊണ്ടുണ്ടാക്കി കൊടിമരത്തിൻ്റെ മേൽ തൂക്കുന്നത്? ഉത്തരം കിട്ടണമെങ്കിൽ 4-ാമത്തെ വാക്യം തൊട്ട് താഴേക്ക് വായിക്കണം. അവിടെ വായിക്കുന്നു, പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. അവ ചോദിക്കുന്നുണ്ട്, മരുഭൂമിയിൽ മരിക്കാനാണോ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യം നോക്കിക്കോണം. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. അപ്പോൾ ഒരു അഗ്നിസർപ്പം ഇറങ്ങിയിരിക്കുകയാണ്. അഗ്നിസർപ്പം ജനത്തെ കടിക്കുകയാണ്. കടിക്കുന്നവർ മരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ചോദിച്ചാൽ, അവിടെ നമ്മളെ വായിച്ച വാക്യത്തിൽ കാര്യം ക്ലിയർ ആണ്. ജനം ക്ഷീണിച്ചു, മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവർ 4 കാര്യങ്ങളാണ് ചെയ്തത്. 1, ദൈവത്തിനെതിരെ പിറുപിറുത്തു. 2, ദൈവമാക്കി വെച്ച ലീഡർഷിപ്പിനെതിരെ പിറുപിറുത്തു. 3, ദൈവത്തിന്റെ പ്രൊവിഷൻസിനെതിരെ പിറുപിറുത്തു. 4, ദൈവത്തിന്റെ പ്രോമിസിനെതിരെ പിറുപിറുത്തു. മറക്കരുത് ഈ കാര്യങ്ങൾ. ദൈവത്തിനെതിരെ പിറുപിറുത്തു, ലീഡർഷിപ്പിനെതിരെ പിറുപിറുത്തു, പ്രൊവിഷൻസിനെതിരെ പിറുപിറുത്തു, പ്രോമിസിനെതിരെ പിറുപിറുത്തു. പിറുപിറുപ്പ് ഒരു വലിയ പ്രശ്നമാണ്. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു മഹാപാപം, അങ്ങനെയാണ് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു മഹാപാപമാണ്. ഇതിവരുടെ ഒരു സന്തത സഹചാരിയായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറേ റെഫറൻസുകൾ പറയാം. നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിക്കോ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം, ജനം പിറുപിറുത്തു. 16-ാം അധ്യായം 2-ാമത്തെ വാക്യം, ജനം പിറുപിറുത്തു. 16-ാം അധ്യായം 9-ാമത്തെ വാക്യം, ജനം പിറുപിറുത്തു. സംഖ്യാപുസ്തകം 11-1 ജനം പിറുപിറുത്തു. സംഖ്യാപുസ്തകം 14:30 ജനം പിറുപിറുത്തു. ഒടുവിൽ ഇതിനെയെല്ലാം കൂടെ ക്രോഡീകരിച്ച് സങ്കീർത്തനം 106:25 പറയുന്നുണ്ട്, അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. എനിക്ക് തോന്നുന്നത് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ വട്ടം കൂടിയിരിക്കുമ്പോൾ പിറുപിറുക്കുകയാണ്. സത്യത്തിൽ അവർക്കൊരു സൂപ്പർ ക്ലൈമറ്റ് അവിടെ ഉള്ളത്. പകലത്തെ ചൂടില്ല, കാരണം ഒരു മേഘസ്തംഭമുണ്ട്. മരുഭൂമിയിലെ രാത്രിയിലെ തണുപ്പില്ല, കാരണം അവിടെ ഒരു അഗ്നിസ്തംഭമുണ്ട്. ഒരു സൂപ്പർ ക്ലൈമറ്റ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കരണ്ട് കാശ് കൊടുക്കാതെ AC ക്ലൈമറ്റിൽ അവർ ജീവിക്കുക. കിളയ്ക്കാനും ജോലിക്കും ഒന്നും പോകണ്ട, രാവിലെ പുറത്തിറങ്ങിയാൽ മതി, മന്ന ഇഷ്ടം പോലെ കിട്ടും. അത് അവരവർക്ക് കൊടുത്തിരിക്കുന്ന അളവനുസരിച്ച് പെറുക്കുക, പാചകം ചെയ്ത് കഴിക്കുക. ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ ഇറച്ചി എല്ലാം ഉണ്ട്. പക്ഷെ കൂടാരത്തിൽ പിറുപിറുപ്പാണ്. ഇവിടെയാണ് അഗ്നിസർപ്പം ഇറങ്ങിയത്. ഈ അഗ്നിസർപ്പം ഇറങ്ങി ഈ ജനത്തെ കടിച്ചു തുടങ്ങിയപ്പോ ജനം മരിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ഈ മോശയെ ഓർക്കുകയും, മോശയെ പോലൊരു ലീഡർ ഭയങ്കര. ഈ ജനം എല്ലായ്പ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ന്യായവിധിയെ ഇരന്നു വാങ്ങി ജനം മരിക്കാൻ തുടങ്ങുമ്പോ മോശ കർത്താവിന്റെ മുന്നിൽ കയറി നിൽക്കും. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ജനം മരിക്കാൻ തുടങ്ങിയപ്പോൾ മോശ കർത്താവിന്റെ മുന്നിൽ കയറി നിന്നിട്ട് പറഞ്ഞു, ഈ ജനത്തെ നശിപ്പിക്കുകയാണെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം. അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ലീഡർ. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ മോശയെ സൗമ്യനായ മോശ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു ചിന്താഗതിയിലൊക്കെ ആണെങ്കിൽ എന്നെ പറഞ്ഞുകൊണ്ടല്ലേ, കണക്കായി പോയി, ഇതായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ മോശ നേരെ തിരിച്ചാൽ
ന്യായവിധി പുറപ്പെട്ടപ്പോ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവം പറഞ്ഞു, മോശേ, നീ ഒരു താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കണം, എന്നിട്ട് കൊടിമരത്തിന്റെ മേൽ തൂക്കണം. ഈ ഓഡിയൻസിന്റെ സെന്ററിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ഏത് മനുഷ്യന്റെ കണ്ണിൽ പതിയുന്ന വിധത്തിലാണ് ആ ക്യാമറ വെച്ചേക്കുന്നത്. ഇതുപോലെ ഇസ്രായേൽ ജനത്തിന് കാണത്തക്ക വിധത്തിൽ, ഏത് ദിക്കിൽ നിന്ന് കടികൊണ്ടാലും നോക്കിയാൽ കാണത്തക്ക വിധത്തിൽ ഒരു താമ്ര സർപ്പത്തെ ഉയർത്തി നിർത്തിയിരിക്കുക. ഈ ജനം അതിനെ നോക്കിയാൽ അവർ രക്ഷപ്പെടും. ഇതാണ് അതിന്റെ സിസ്റ്റം. കർത്താവ് പറയുന്നു, മോശ അന്ന് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയില്ലേ, അതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. രാമൻ പറഞ്ഞാട്ട് അവിടെ വേണമെങ്കിൽ കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കാം. കർത്താവേ, അന്ന് സർപ്പത്തെ ഉയർത്തിയത് പാമ്പ് കടിച്ചതുകൊണ്ടല്ലേ? അതെ. അതുപോലെ ഇന്നെന്തിനാണ് മനുഷ്യപുത്രനെ ഉയർത്തുന്നത്? ഇന്നും പാമ്പ് കടിയുണ്ടെന്ന് കേട്ടെന്ന ഞാൻ ചിന്തിക്കുന്നത്. സ്വോത്രം. ഇന്നും പാമ്പ് കടിയുണ്ട്. ഈ പാമ്പ് കടി എന്നൊക്കെ പറഞ്ഞാൽ ബാബാ സുരേഷ് പറയുന്ന ടൈപ്പ് പാമ്പല്ലെന്ന്. പുള്ളി ഏത് പാമ്പിനെ കിട്ടിയാലും അതിഥി എന്നല്ലേ പറയുന്നത്. ആ സാധനമല്ല. നമ്മൾ പറയുന്ന പാമ്പ് വേറെയാ. ഇന്ന് മനുഷ്യനെ കടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ് വേറെയാ. അത് സകല മനുഷ്യരെയും കടിക്കുകയാണ്. ബാബാ സുരേഷ് പറയുന്ന പാമ്പ് കടിച്ചാൽ ആന്റിവനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഈ പാമ്പ് കടിച്ചാൽ ആന്റിവനമില്ല. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, മനുഷ്യപുത്രനെ ഉയർത്തണം. രാമേ പറഞ്ഞാട്ട്. അപ്പൊ പാമ്പ് ഏതാന്ന് ആദ്യം അറിയണം. ഏതാണ് പാമ്പ്? മനുഷ്യനെ കടിക്കുന്ന പാമ്പ് ഏതാ? ഒന്ന് വായിച്ചു വന്നാൽ നല്ലതാണ്. റെഫറൻസ് പെട്ടെന്ന് പറയാം, ഒന്ന് കൂടെ നിൽക്കണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. ഇന്ന് മനുഷ്യനെ കടിക്കുന്ന പാമ്പ് ഏതാ? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന പഴയ പാമ്പ്. സ്തോത്രം. നിങ്ങൾ ആ വചനം നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. എന്നോടൊപ്പം ഉണ്ടോ? ഹാപ്പിയാണോ? സ്തോത്രം. റിവൈവിൽ പ്രസംഗിക്കണോ? എന്നോടൊപ്പം വരാമല്ലോ അല്ലേ? നമ്മൾ വരും അങ്ങോട്ട് വരും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തെ ഭയങ്കരമായി സ്വാധീനിക്കുന്ന ഒരു ദൂതാ കേട്ടോ. നിങ്ങൾ ഇവിടെ ഇരുന്നത് കേൾക്കുമ്പോൾ മറ്റ് ചില ഏരിയകളിൽ വലിയ ചലനങ്ങൾ നടക്കാൻ പോവുകയാണ്. ഞാൻ ആ സബ്ജക്റ്റിനകത്തോട്ടൊന്ന് എൻ്റർ ആകട്ടെ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന, നിങ്ങളത് ബൈലിംഗൽ ബൈബിളോ ഇംഗ്ലീഷ് ബൈബിളോ മറ്റോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ദ ഡിസീവർ ഓഫ് ദി ഹോൾ വേൾഡ്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന ഡിസീവറാണ് ഈ പാമ്പ്. ഈ ഡിസീവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഡിസീവർ. അതിന് 6 പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. 1, വഞ്ചിക്കുക. 2, ചതിക്കുക. 3, അകപ്പെടുത്തുക. 4, കബളിപ്പിക്കുക. 5, അബദ്ധത്തിൽ ചാടിക്കുക. 6, വഴിതെറ്റിക്കുക. ഇതാണ് ഈ ഡിസീവർ ചെയ്യുന്നത്, പഴയ പാമ്പ്. ഇവിടെയുള്ള ബാബാ സുരേഷിന്റെ അതിഥി കടിച്ചാൽ ഒരു പാട് കാണും, മരണമാണ് പരിണിത ഫലം. പക്ഷെ ഇതിന്റെ ദംശനമേറ്റാൽ ശാരീരിക മരണമെന്ന പ്രശ്നത്തെക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ കടി കിട്ടിയവർ, ഈ ദംശനമുണ്ടായവർ വഞ്ചിക്കപ്പെടുകയാണ്, അവർ ചതിക്കപ്പെടുകയാണ്, അവർ കബളിപ്പിക്കപ്പെടുകയാണ്, അവരെ വഴിതെറ്റിക്കുകയാണ്, അബദ്ധത്തിൽ ചാടിക്കുക. എല്ലാ വഴിതെറ്റലുകളുടെയും പിന്നിൽ, എല്ലാ അബദ്ധങ്ങളുടെയും പിന്നിൽ, എല്ലാ വഞ്ചനകളുടെയും പിന്നിൽ ഈ ദംശനമുണ്ട്. നോ ഡൗട്ട്.
പിടികിട്ടുന്നുണ്ടെങ്കിലോ രാമൻ പറഞ്ഞാട്ടെ. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം പ്ലാനോ എന്നാണ്. പ്ലാനോ പ്ലാനോ എന്ന് പറഞ്ഞാൽ 3 അർത്ഥങ്ങളാണ്. ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്, സത്യത്തിൽ നിന്ന് വളരെ ദൂരേക്ക് അകറ്റിക്കൊണ്ട് പോകുക. അതാണ് ഞാൻ പറഞ്ഞത്, ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്. രണ്ടാമത്തെ കാര്യം, ഫൂൾസ് എവരിവൺ ഓൺ എർത്ത്, പ്രപഞ്ചത്തിലുള്ള ഭൂമിയിലുള്ള സകലമാന മനുഷ്യരെയും ഇത് ഫൂളാക്കുക. ഫൂളാക്കുക എന്ന് പറയുമ്പോൾ വിഡ്ഢികളാക്കി കളയുക. ഈ ദർശനത്തിന്റെ പ്രശ്നമാണ്. 3, ടു ലീഡ് ദ വേൾഡ് ഇൻടു ദ റോങ് വേ, തെറ്റായ ദിശയിലേക്ക് വഴിതിരിച്ചു വിടുക. സ്തോത്രം. അതിന് പല മീഡിയം ഈ പാമ്പ് ഉപയോഗിച്ചുവെന്ന് വരും. നന്നായിട്ട് കേട്ടോണം. ചിലപ്പോൾ അതിന് മനുഷ്യരെ ഉപയോഗിക്കും, ചിലപ്പോൾ അത് സ്പിരിച്വൽ റലത്തെ ഉപയോഗിക്കും. അങ്ങനെ പല കാര്യങ്ങളാണ്. എഫെസ്യ ലേഖനം 4:14 നോക്കിക്കേ. അങ്ങനെ നാം ഇനിയും മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ കണ്ടോ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാം. ഒന്നോടൊന്ന് ശ്രദ്ധിച്ചേ. വായിച്ച പാസ്റ്ററെ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. കണ്ടോ മനുഷ്യൻ ഉപായം ഉപയോഗിച്ച് തന്ത്രം ഉപയോഗിച്ച് തെറ്റിക്കുക. സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. തെറ്റിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റിക്കാൻ വന്ന പുള്ളി ഈ പറയുന്ന പഴയ പാമ്പിന്റെ ഡയറക്റ്റ് ഏജന്റ് ആണ്. പിടികിട്ടുന്നുണ്ടെങ്കിൽ രാമൻ പറ. ദൈവവചനത്തിൽ നിന്ന് അകറ്റിക്കളയത്തക്ക വിധത്തിൽ, ആരാധനയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകത്തക്ക വിധത്തിൽ, സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കത്തക്ക വിധത്തിൽ ഉപായം കൊണ്ട് സമീപിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ വ്യക്തി ഈ പഴയ പാമ്പിന്റെ ഏജന്റാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സകലമാന പ്രിയപ്പെട്ടവരും ഇത് തിരിച്ചറിയണം. സ്തോത്രം. പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ഒരു സാത്താന്യ ഏജന്റുകളും നിങ്ങളോടോ നിങ്ങളുടെ തലമുറയോടോ അടുക്കുവാൻ ഇടവരരുത്. നിങ്ങളോടോ നിങ്ങളുടെ കുടുംബങ്ങളോടോ അടുക്കുവാൻ ഇടവരരുത്. ഒരു 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരൊക്കെ ആദരം തുറന്ന് ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഒരൊറ്റ സാത്താന്യ ഏജന്റുകളും എന്നോടോ എൻ്റെ കുടുംബത്തോടോ എൻ്റെ തലമുറയോടോ അടുക്കുവാൻ ഇടവരരുത്. അങ്ങനെയുള്ള സകല തെറ്റിച്ചു കളയുന്ന സാത്താന്യ ഏജൻസികളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ പറ്റുന്നവരൊക്കെ ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് പണ്ടത്തെ ഒരു ജനറേഷനെ അല്ല, നമ്മൾ ഡീൽ ചെയ്യുന്നത് AI ജനറേഷനെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, AI ജനറേഷൻ. നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ ജനറേഷൻ ഇപ്പൊ ഇവിടെ ഉള്ളതിൽ 1ാം തലമുറയാണ്. റിജോ പാസ്റ്റർ ഞാനും ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും 2ാം തലമുറയാണ്. സ്തോത്രം. ജ്യോതിഷ് പോലെയുള്ളവരൊക്കെ 3ാം തലമുറയാണ്. സ്തോത്രം. ഈ ഇരിക്കുന്നതൊക്കെ 4ാം തലമുറയാണ്. AI ജനറേഷൻ. ഈ AI കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് 2 വർഷത്തിനകത്ത് എന്തുമാത്രം വളർച്ചയുണ്ടായത്. 20 വർഷത്തിനകത്ത് AI ലക്ഷ്യം എന്താണെന്നറിയാമോ? നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ടെക്നോളജി വളരുന്നതനുസരിച്ച് ക്രൂരത വളരുകയാണ്. ഭയങ്കരമായി ക്രൂരത വളരുന്നു.
നിങ്ങൾ ശ്രദ്ധിച്ചേ, 14-കാരനല്ല ഒരു പതി കഞ്ചാവിന്റെ പേര് ഒരു 30-കാരനെ അരുങ്കൊല ചെയ്തത്. ഒറ്റ കുത്തിന് കൊന്നുകളഞ്ഞു. നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാലം. നിങ്ങളുടെ വീട്ടിലെ 14-കാരനെ നിങ്ങൾ അങ്ങനെ ഡീൽ ചെയ്യുന്നേ? ഞാൻ പേരൻസിനോടാ ചോദിക്കുന്നത്. നിങ്ങളുടെ 14-കാരനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? നിങ്ങളുടെ 14-കാരനെ പോലെ ഒരു ചെറുക്കനല്ലേ 30 വയസ്സുള്ള ഒരുത്തന്റെ നെഞ്ചത്തൊറ്റ കുത്തിന് കൊന്നു കളഞ്ഞത്? ഇങ്ങനെ ഒരു ജനറേഷനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ടെക്നോളജിയുടെ വികാസനം മാത്രമല്ല, ഈ പഴയ പാമ്പ് പിടിമുറുക്കിയിട്ട് തകർത്ത് നശിപ്പിച്ചു കളയുക. 14-കാരൻ കഞ്ചാവിന് അഡിക്റ്റഡ് ആണെന്ന് നിങ്ങൾ സ്കൂൾ കോളേജ് ലെവലുകളിൽ വർക്ക് ചെയ്യുന്നവരോട് അന്വേഷിച്ചാൽ മതി. പ്രശ്നം എന്തുമാത്രം രൂക്ഷമാണെന്നറിയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറ തെറ്റിപ്പോകരുത്. തെറ്റിക്കുന്ന സ്വാധീന മണ്ഡലങ്ങൾ വളരെ സജീവമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയാണ് ആവശ്യം. അതുകൊണ്ട് പറഞ്ഞു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ടെ. പുള്ളി ഇങ്ങനെ പ്രസംഗിക്കുമ്പോ തൂണിലൊക്കെ ആളുകൾ ഇങ്ങനെ വട്ടം പിടിക്കുമായിരുന്നു, നരകത്തിലും മറ്റും വീഴാതിരിക്കാൻ. അത്ര പവർഫുൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്. ഈ മനുഷ്യൻ ഇങ്ങനെ പ്രസംഗിച്ച് സ്തോത്രം, ഒടുവിൽ അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. കാലഘട്ടങ്ങൾ പലത് കഴിഞ്ഞു. ദൈവത്തെ അറിഞ്ഞവന്റെ തലമുറയെക്കുറിച്ചും ദൈവത്തെ അറിയാത്തവന്റെ തലമുറയെക്കുറിച്ചും ഒരു പഠനം നടത്തുവാൻ ഒരു കൂട്ടം തീരുമാനിച്ചു. അങ്ങനെ ദൈവത്തെ അറിഞ്ഞവന്റെ തലമുറ എന്നുള്ള വിധത്തിൽ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയെ പഠിക്കാനാണ് ഇവർ തീരുമാനിച്ചത്. 3000-ഓളം വരുന്ന തന്റെ സന്തതി പരമ്പരകളെ ഇവർ പഠനവിധേയമാക്കി. നിങ്ങൾ കേൾക്കണോ? പുകവലിക്കുന്ന ഒരുത്തൻ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. മദ്യപിക്കുന്ന ഒരുത്തൻ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. ഒരു ക്രിമിനൽ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. ഒറ്റ പോലീസ് കേസ് ഉള്ളവൻ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. ഒറ്റ ഡിവോഴ്സ് ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഉന്നത പഠനമുള്ളവരും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവരുമായിരുന്നു ജോനതൻ എഡ്വേർഡിന്റെ തലമുറ മുഴുവൻ. എങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായതാണ്. ദാവീദിനോട് പറഞ്ഞു, നീ ആലയം പണിയത്തില്ല, നിന്റെ കാലം കഴിഞ്ഞിട്ട് നിന്റെ ഉദരത്തിൽ നിന്ന് ജനിപ്പാനിരിക്കുന്ന സന്തതി എനിക്കൊരാലയം പണിയും. സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥനയിൽ ദാവീദ് അത് എടുത്തു പറഞ്ഞു. ദാവീദ് പറഞ്ഞെങ്ങനെന്നറിയോ? എന്നെ ഇതുവരെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബം എന്തുള്ളൂ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള തലമുറയെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ജനിപ്പാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ പറയാം, ജനിപ്പാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ജനിപ്പാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവം നമുക്കുള്ളത് കൊണ്ട് ജനിപ്പാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഉടുപ്പ് മലിനമാകാത്ത ഒരു കൂട്ടം എനിക്ക് സർദീസിലുണ്ടെന്ന്. ഇതുപോലെ നമ്മുടെ കാലം കഴിഞ്ഞാലും കർത്താവ് വരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയണ, മോനെ, നിന്റെ തലമുറ ഉടുപ്പ് മലിനമാകാതെ ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ കാണാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ കാണാൻ തലയ്ക്ക് മീതെ കരമൊന്ന് ഉയർത്തിക്കേ, തലയ്ക്ക് മീതെ കരമൊന്ന് ഉയർത്തിക്കേ. എന്നിട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, എന്റെ കാലം കഴിഞ്ഞാലും അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ മണ്ണിൽ ജീവിക്കുന്ന എന്റെ തലമുറ ഒരു പുകവലിക്കാരൻ ആ കൂട്ടത്തിൽ ഉണ്ടാകരുതേ, ഒരു പിന്മാറ്റക്കാരൻ ഉണ്ടാകല്ലേ, ഒരു മദ്യപാനി ഉണ്ടാകല്ലേ, കുടുംബം വേർപിരിഞ്ഞവൻ, അവൻ ഡിവോഴ്സ് ചെയ്ത ഒരുത്തൻ എന്റെ തലമുറയിൽ ഉണ്ടാകരുത്. എത്ര പേര് പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കുറഞ്ഞ പക്ഷം നമുക്കൊരു 4 തലമുറയെ കുറിച്ചുള്ള ഉത്തരവാദിത്വമെങ്കിലും ഉണ്ടാവണം. അമ്മച്ചിമാര് കേൾക്കുന്നുണ്ടോ? ഫ്രണ്ട് ഇരിക്കുന്ന കൊച്ചമ്മമാരെ, ഒരു 4 തലമുറയെ കുറിച്ചുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകണമെന്ന്. ഓ, പ്രാർത്ഥിച്ചോണം. മനുഷ്യന്റെ ചതിയാൽ, ഉപായത്താൽ തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ എന്റെ സന്തതി പരമ്പരകളിൽ ഒന്നും കുടുങ്ങിപ്പോകരുത്. ജീസസ്.
ഈ പാമ്പ് ഭയങ്കര സജീവമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. ഈ തെറ്റിച്ചു കളയുന്ന എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വയുണ്ട്. വെളിപ്പാട് പുസ്തകം 2:20 താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീ, തെറ്റിച്ചു കളയുന്ന സ്ത്രീ ആരെ തെറ്റിക്കുന്നു? ആരെ തെറ്റിക്കുന്നു? മിണ്ടുന്നില്ല. കർത്താവ് പറയും എന്റെ ദാസന്മാരെ തെറ്റിക്കുന്ന. അപ്പൊ തെറ്റിച്ചു കളയുന്ന ഒരു സംഭവം ഇങ്ങനെ നടമാടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, തെറ്റിപ്പോയ ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തെറ്റിയ കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ ദൈവവചനം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഈ കൃപയുടെ വചനത്തെ വിശ്വസിച്ചിട്ട് ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയെ അനുഭവിച്ചിട്ട് തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റിയതല്ല, നിങ്ങളെ തെറ്റിക്കത്തക്ക വിധത്തിൽ വ്യാപരിച്ച ഒരു തന്ത്രമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പ്ലാനോ, ഡിസീവർ. സ്തോത്രം. അവിടെ 2 പേരുകളൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിശാച്, 2 സാത്താൻ. അവിടെ ആ പിശാച് എന്ന് പറയുമ്പോൾ ഡയാബോളാസ്. ഈ ഡയാബോളാസ് എന്ന് പറയുമ്പോൾ കുറ്റമാരോപിക്കുന്നവൻ, അപവാദം പരത്തുന്നവൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വെറുതെ നുണ പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ പണിയാണ്. ചുമ്മാ അപവാദം വെറുതെ പരത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പിശാചിന്റെ പണിയാണ്. നിങ്ങളെ ഏജന്റ് ആക്കുക. ഇന്നിത് വേണ്ടായിരുന്നെന്ന് റിജോ പാസ്റ്റർ എടുക്ക വരാനുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞ സത്യമാണ്. ഡയാബോളാസ്, കുറ്റം ആരോപിക്കുന്നവർ, അപവാദം പരത്തുന്നവർ. നമ്മെ അറിഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയണ്ട. അപവാദം വെറുതെ പറഞ്ഞുണ്ടാക്കുക, ഡയാബോളാസ്. അതാണ് പിശാച്. അവിടെ രണ്ടാമതൊരു പദമുണ്ട്, സാത്താൻ, ഭൂതങ്ങളുടെ നായകൻ. അതാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അന്ന് മോശയെ കടിച്ച അഗ്നിസർപ്പം അക്ഷരീക പാമ്പായിരുന്നെങ്കിൽ ഇന്നും മനുഷ്യനെ കടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഴയ പാമ്പ് അക്ഷരീകമായ പാമ്പല്ല, അത് സാത്താനുള്ള ഒരു പേരാണ്. രാമൻ പറഞ്ഞാട്ടെ. ഇതിന്റെ ദംശനം മിക്കവാറും ചിന്താമണ്ഡലങ്ങളിലും ബുദ്ധിമണ്ഡലങ്ങളിലുമാണ്. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുപ്പാൻ സാത്താൻ യൂദയുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. തോന്നിയതല്ല. കമോൺ, തോന്നിയതല്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? ദൈവവചനത്തിന് വൈരുദ്ധ്യമായി വല്ല തോന്നലുകളും ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആളിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നലല്ല, നിങ്ങളെ തോന്നിപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. ഇവിടെ ഒരു ഡിജിറ്റൽ മിക്സർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ ഇതിനെ എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. സ്തോത്രം. അത് ആ ബോർഡിന്റെ മുന്നിൽ പോയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ ഗ്രൗണ്ടിൽ എവിടെ നിന്നാലും ഈ ഡിജിറ്റൽ മിക്സർ കൺട്രോൾ ചെയ്യാം. ഇതുപോലെ തെറ്റുന്ന, ഞാൻ വീണ്ടും പറയാം, തെറ്റുന്ന, ഇത് ദൈവസഭയുടെ ജനറൽ കൺവെൻഷനും കൂടെ ആണല്ലോ, പലരാണല്ലോ വന്നിട്ടുള്ളത്. പ്രേമബന്ധം ഉൾപ്പെടെ, എന്നോട് പണങ്ങല്ലേ, പ്രേമബന്ധം ഉൾപ്പെടെ ദൈവികമല്ലാത്ത സകല ഇടപാടുകളിലും തെറ്റത്തക്ക വിധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള സ്വാധീനമോ പ്രേരണയോ ഉണ്ടെങ്കിൽ, ഞാൻ പറയാം, അത് നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വൈകാരികതയല്ല, നിങ്ങളെ തെറ്റിക്കുന്ന ഒരു വ്യാപാരം നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി തിരിച്ചു വരണം കേട്ടോ. കമോൺ, ഈ രാത്രി തിരിച്ചു വരണം. അതിനെ തിരിച്ചറിയണം.
കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയം പറഞ്ഞാണ്. പോരാ പോരാ, ശബ്ദം ഉയർത്തി, ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആത്മമണ്ഡലത്തെ സ്വാധീനിക്കുന്ന ദൂത എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരുന്ന് നിങ്ങൾ ആത്മാവിൽ പോരാടുമ്പോ ഇപ്പം നിലവിൽ നടക്കുന്ന ചില സംഭവങ്ങളിൽ നിന്നും നാളുകളിൽ നടക്കാൻ കരുതി വച്ചിരിക്കുന്ന ചില സംഭവങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ തലമുറയിൽ പുറത്തു വരാൻ പോവുകയാണ്. Glory to God. തെറ്റിച്ചു കളയുന്ന ഒരു വ്യാപാര ശക്തി. Power of God. ഞാൻ നിങ്ങളോട് പറയാം, കുടുംബജീവിതത്തിന് ഏറ്റവും വലിയ മൂല്യം നൽകുന്ന പുസ്തകം വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിൾ ജീവിതത്തിന് മൂല്യം നൽകുന്നത് പോലെ വേറെ ഒന്നും ജീവിതത്തിന് മൂല്യം നൽകുന്നില്ല. ഇത് കളഞ്ഞിട്ടാ ചില പുള്ളികൾ പോകുന്നത്. കേട്ടെന്ന എന്റെ ചിന്ത, കേട്ടില്ലെങ്കിൽ പറയാൻ പറ്റില്ല മൈക്കിൽ കൂടെ. എന്റെ കുഞ്ഞ്, ദൈവവചനം വിട്ടു പോകരുത് കേട്ടോ. കുഞ്ഞ്, ദൈവസഭയെ വിട്ടു പോകരുത്. ഇന്ന് രാത്രി ഏതെങ്കിലും അകത്ത് പ്ലാനിങ് ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിലെ പ്ലാനിങ്ങിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഒന്ന് പോരാടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പോരാടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? രാധാമ സകദൽ ജനാധന, തെറ്റിച്ചു കളയുന്ന വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൊളിഞ്ഞു മാറട്ടെ. ശബ്ദം ഉയർത്തി കാരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. Amen. Glory to God. ഈ പിശാചിനെ ബൈബിളിൽ പുതിയ നിയമത്തിൽ പലയിടത്തും പാമ്പിനോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തെളിവ് 2 കൊരിന്ത്യർ ലേഖനം 11-3 വാക്യം. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അന്ന് സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. പൗലോസ് പറയാ, അന്ന് ചതിച്ച സർപ്പമില്ലേ ഇന്നും ആക്റ്റീവാ. അന്ന് ഉപായത്താൽ ചതിച്ച വ്യാപാരം ഇന്നും ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്ങനെ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്, നിർമ്മലത വിട്ട്. ഹല്ലേലൂയ. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഇവിടെ വർക്കാകുന്നുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ശബ്ദം ഈ ഗ്രൗണ്ടിലും പരിസരങ്ങളിലും വളരെ കൃത്യമായിട്ട് കേൾക്കുന്നു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ചിന്തയ്ക്ക് ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും. ഇന്നിവിടെ പ്രസംഗം നടക്കത്തില്ലായിരുന്നു ഡിജീഷ് പാസ്റ്ററെ, നല്ല ആടി നടന്നേനെ. നമ്മുടെ ആരുടെയും ചിന്തയ്ക്ക് ശബ്ദം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മിടുക്കന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ചിന്തയ്ക്ക് ശബ്ദമില്ലെങ്കിലും നമ്മുടെ ചിന്തയെ അറിയുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഉൾഭൂമികളെ ആരായുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെങ്കിലും ഏകാഗ്രത വിടുന്നുണ്ടോ എന്നുള്ളത് എന്റെ കർത്താവിനറിയാം. ഞാനത് പറയുന്നത് പലരുടെ അകത്ത് വലിയ പ്ലാനിങ് നടക്കുക. ഈ കഴിഞ്ഞിടയ്ക്ക് കോളിളക്കം ഉണ്ടായി പിന്മാറിപ്പോയ ഒരാളോട് ഞാൻ സംസാരിച്ചു, പാസ്റ്ററെ അച്ഛാ എന്നാ പണിയാ കാണിച്ചതെന്ന് ചോദിച്ചു. പുള്ളി എന്നോട് പറയുക, 2 വർഷമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു പാസ്റ്ററെ പിന്മാറിപ്പോയാൻ. 2 വർഷമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇന്ന് രാത്രി മടങ്ങിപ്പോകാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ, പഴയ പാമ്പ് ചലിക്കുന്നുണ്ട്. ആരെങ്കിലും മടങ്ങിപ്പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ അത് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ടൊരു ഒഴുക്കുണ്ടായിരുന്നു, ഇപ്പൊ തിരിച്ചൊരൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുക. കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. രാധാമ സെക്കത്തന
ഹല്ലേലൂയ. ഇങ്ങോട്ട് വന്ന ഒഴുക്ക് ഇപ്പൊ തിരിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ പാമ്പ് ആക്റ്റീവായി എന്ന് തിരിച്ചറിയണം. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്, നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പോളിനെ പോലെ ശക്തനായ ഒരു മനുഷ്യൻ പറയുക, എനിക്ക് പേടിയുണ്ട്, നിങ്ങൾ വഷളായി പോകുമോ? എനിക്ക് ഭയമുണ്ട്, നിങ്ങൾ വഷളായി പോകുമോ? പ്രാർത്ഥിച്ചോണം കേട്ടോ. ഒരു പടി കർത്താവിനോട് അടുക്കുകയല്ലാതെ ഒരു പടി പുറമോട്ട് പോകരുത്. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പടി പുറകോട്ട് വെക്കരുത്. ആരാധന ജീവിതത്തിൽ ഒരു പടി പുറകോട്ട് വെക്കരുത്. ശുശ്രൂഷ ജീവിതത്തിൽ ഒരു പടി പുറകോട്ട് വെക്കരുത്. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ ചർച്ച് ഓഫ് ഗാഡിലെ പാസ്റ്ററാണ്. ഒരു സാധാരണ ഒരു ലോക്കൽ സഭയുടെ പാസ്റ്റർ. ഞങ്ങൾക്ക് സെൻറ്ററിന് പാസ്റ്ററുണ്ട്, ഞങ്ങളുടെ സോണലിന് പാസ്റ്ററുണ്ട്, ഞങ്ങൾക്ക് ഒരു ഓവർസിയറുണ്ട്, ഞങ്ങൾക്കൊരു സൂപ്രണ്ടുണ്ട്. ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞെന്ന് വരും. ചിലപ്പോൾ ഓവർസിയറോ സൂപ്രണ്ടോ ഒക്കെ വഴക്ക് പറഞ്ഞെന്ന് വരുമെന്ന്. അതിൻ്റെ പേര് പിണങ്ങി ഇനി ഞാൻ ശുശ്രൂഷയ്ക്കില്ല, ഇനി എഴുന്നേക്കാതിരിക്കുകയാണ്, ഞാൻ മിഠായി മേടിച്ചു തരാം കേട്ടോ, ഇനി ഞാൻ ശുശ്രൂഷയ്ക്കില്ല, ഇനി ഞാൻ വേറെ പണിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകാൻ നിങ്ങൾക്ക് അനുവാദമില്ലെന്ന് രാമേ പറഞ്ഞേ. ആ ഏകാഗ്രത മുറിയാൻ അനുവാദമില്ല. അവിടെ പിശാചിനെ പഴയ പാമ്പെന്നാണ് വിളിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം എന്നാണ് പറയുന്നത്. ആമേൻ. ഇതെന്താ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെന്താ ചെയ്യുന്നേ? ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു പാമ്പല്ല, ഇത് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നു. ഈ പാമ്പ് ഇത് പ്രലോഭിപ്പിച്ചിട്ട് പാപത്തിലേക്ക് നയിക്കുന്നു, ദൈവത്തോടുള്ള അനുസരണക്കേടിലേക്ക് നയിക്കുന്നു. നിങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാൽ പൗലോസ് തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ? കിട്ടിയോ? പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ഞാൻ ആളിനെ അയച്ചു എന്നാണ് പറയുന്നത്. ആ വാക്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. തെസ്സലോനിക്ക സഭ വലിയ പീഡനത്തിനകത്തോടെ പോകുമ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് പേടിയുണ്ടായിരുന്നു, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്നൊരു പേടി. ഇതെല്ലാം ഈ പഴയ പാമ്പിൻ്റെ വ്യാപാരമാണ്. സ്തോത്രം. ഞാനിവിടെ ഒരു കാര്യം പറയാം. ഏത് റെവലേഷൻ പറഞ്ഞാലും കുഴപ്പമില്ല, പുസ്തകത്തിൽ നിന്നായിരിക്കണം. ഏത് വെളിപ്പാട് പറഞ്ഞാലും ഇതിനകത്ത് കാണണം. നമ്മൾ ഏത് ടെർമിനോളജി ഉപയോഗിച്ചാലും ഇതിനകത്ത് കാണണം. ഈ പുസ്തകത്തിൽ ഇല്ലാത്തവർ പുത്തൻ വെളിപ്പാട് തട്ടിവിടുമ്പോ ഓർത്തോണം, പുസ്തകത്തിൽ ഇല്ലാത്തതാണെങ്കിൽ ഇൻസ്പയർഡ് ബൈ ഡീമൺസ്. അതാണ് നമ്മൾ വായിച്ചത്. ആമേൻ. ഡീമൺ ഇൻസ്പയർഡ് റെവലേഷൻസ് ആൻഡ് തിയറീസ്. Glory to God. Hallelujah. പുസ്തകത്തിൽ ഇല്ലാത്ത ഒറ്റ റെവലേഷനെ അംഗീകരിക്കരുത് കേട്ടോ. കേൾക്കുന്നുണ്ടോ? പോരാ, ശബ്ദം ഉയർത്തി. പുസ്തകത്തിൽ ഇല്ലാത്ത ഒറ്റ റെവലേഷനെ അംഗീകരിക്കരുത്. പുസ്തകത്തിൽ ഇല്ലാത്ത ഒറ്റ തിയറി അംഗീകരിക്കരുത്. പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ എന്താണ് ആളുകൾ പുറകെ പോകുന്നത്? അതിന്റെ പിന്നിൽ ഒരു സ്പിരിച്വൽ ബാക്കപ്പ് ഉണ്ട്. ഞാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ ഡീമൺ സ്പിരിറ്റിന്റെയും വ്യത്യാസം പറയാം, സ്വാധീനത്തിന്റെ വ്യത്യാസം. ഈ പരിശുദ്ധാത്മാവ് ഭയങ്കര ജെന്റിലായിട്ടാണ് ചലിക്കുന്നത്. കർത്താവ് പറയുന്ന ഉത്സവത്തിന്റെ മഹാദിനമേ ഒടുക്കത്തെ നാളിൽ നിന്നിട്ട് യേശു പറയുക, ദാഹിക്കുന്നവനെല്ലാം. അപ്പൊ പരിശുദ്ധാത്മാവുമായി കണക്ട് ആകണമെങ്കിൽ കൃത്യമായ ദാഹം വേണം. പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആകണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അനുസരിച്ച് കാത്തിരിക്കണം, കൃത്യമായി കാത്തിരിക്കണം. അപ്പോസ്തലന്മാർ തന്നെ 10 ദിവസം കാത്തിരുന്നിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. ഇതാണ് പരിശുദ്ധാത്മാവ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം വായിക്കുമ്പോൾ വസ്ത്രത്തെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറണം.
എന്നിട്ട് മൂപ്പന്മാരെ വിളിക്കുന്നുണ്ട്, പുരോഹിതന്മാരെ വിളിക്കുന്നുണ്ട്, മണവാളനെ വിളിക്കുന്നുണ്ട്, മണവാട്ടിയെ വിളിക്കുന്നുണ്ട്, മുല കുടിക്കുന്ന പൈതങ്ങളെ വരെ വിളിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, ഉപവസിക്കാൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യോബൽ 2:28 പറഞ്ഞ അതിന്റെ ശേഷമോ സകല ജനത്തിനു മേലെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇതൊരു ഈസി ടാസ്ക് അല്ല പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. എല്ലായിടത്തും ഒന്നും പകരുന്നതല്ല പരിശുദ്ധാത്മാവ്. ആരാണോ വിശുദ്ധരാകുന്നത് അവരുടെ മേലാണ് പരിശുദ്ധാത്മാവിനെ ദൈവം പകരുന്നത്. പക്ഷേ ഈ ഡീമൺ സ്പിരിറ്റ് അങ്ങനെ അല്ലെന്ന്. യോഹന്നാൻ 10 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വേറെ വഴിയായി വരുന്നവൻ, ഇടയൻ വാതിലൂടെയാണ് കയറുന്നതെങ്കിൽ കള്ളൻ വേറെ വഴിയായി വരുന്നു. പാവം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഒന്ന് നിന്നു കൊടുത്താൽ മതി, ഈ പുള്ളി ബാക്കി കാര്യം ചെയ്തോളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് നേരെ തിരിച്ച, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. പുസ്തകത്തിന് പുറത്തുള്ള ഒരു റെവലേഷൻസിനെയും തിയറീസിനെയും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞേ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതൽ വിശദീകരിക്കാനായിട്ട് സമയത്തിന് പരിധിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ പറഞ്ഞു പോയേനെ. ഒരു ബൈബിൾ സ്റ്റഡിയോ മറ്റോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഇതിനെ വിശദീകരിക്കുമായിരുന്നു. ഹല്ലേലൂയ. തെറ്റിക്കുന്ന പഴയ പാമ്പ് മോശയുടെ കാലഘട്ടത്തിൽ കാണാമായിരുന്നു. അത് കടിക്കുന്നത്, കടിച്ചാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മരിക്കും. പക്ഷെ ഇതങ്ങനല്ല, ഇത് കാണാൻ പറ്റത്തില്ല. പഴയ പാമ്പ് ഇത് പലരുടെ അകത്ത് കയറി സ്വാധീനിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത് പറയുന്നത് ഇന്ന് മാത്രമല്ല, നാം ഈ മണ്ണിൽ ജീവിക്കുന്നിടത്തോളം കർത്താവ് മടങ്ങി വരുന്നത് വരെ തിരിച്ചറിയത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം സംഭവിക്കത്തക്ക വിധത്തിൽ ഒരു സത്യത്തെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം. യേശു പറയുകയാണ്, മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ഇന്ന് പഴയ പാമ്പ് വഞ്ചിക്കാതിരിക്കാൻ, തെറ്റിച്ച് കളയാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മനുഷ്യപുത്രനെ ഉയർത്തണം. ശബ്ദം ഉയർത്തി ഒരാമയം പറഞ്ഞാട്ട് ഒന്നുകൂടെ പറയാം, മനുഷ്യപുത്രനെ ഉയർത്തണം. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ വേദികൾ എന്തിന്? മനുഷ്യപുത്രനെ ഉയർത്താൻ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ വേദികൾ എന്തിന്? മനുഷ്യപുത്രനെ ഉയർത്താൻ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ ഉയർത്തണം. ഈ മനുഷ്യപുത്രനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യപുത്രന്റെ കഷ്ടാനുഭവത്തെ ഉയർത്തണം. 2, അവിടുത്തെ പാപപരിഹാര പദ്ധതിയെ വെളിപ്പെടുത്തണം. നിങ്ങളോടൊപ്പം പറഞ്ഞേ, നമ്മുടെ പ്രസംഗങ്ങളിൽ ഇതാണ് വെളിപ്പെടേണ്ടത്. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവം വെളിപ്പെടണം. യേശുക്രിസ്തുവിന്റെ പാപപരിഹാര പദ്ധതി വെളിപ്പെടണം. ഈ 2 കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യപുത്രനെ ഉയർത്തുകയാണ്. എന്നോടൊപ്പം ഉണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യപുത്രനെ ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ഞാനത് വിശദീകരിക്കാം. മനുഷ്യപുത്രന്റെ കഷ്ടാനുഭവത്തെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സ്തോത്രം. യേശു എനിക്ക് വേണ്ടി മരിച്ചതാണെന്ന് സ്തോത്രം തിരിച്ചറിയുക, അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുക എന്നാണ്. നമ്മൾ ഈ കർത്താവിനെ വിളിക്കുന്ന ഒരു പേരാണ് മരണമില്ലാത്തവൻ. നിത്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണമില്ലാത്തവൻ എന്നാണ്. മരണമില്ലാത്തവന്, അമർത്യൻ. 1 തിമോഥെയോസ് 6:15-16 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, താൻ മാത്രം അമർത്യതയുള്ളവൻ. നമ്മുടെ കർത്താവ് ആരാ? ഉച്ചത്തിൽ പറ, നമ്മുടെ കർത്താവ് ആരാ? ആ അമർത്യനായവൻ നമ്മളെ പോലെ ഒരു ജഡം ധരിച്ചു. എബ്രായർ ലേഖനം 2 അതാ വായിക്കുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശുവും നമ്മെ പോലെ ജഡവും രക്തവും ഉള്ളവനായി ഇറങ്ങി വന്നെന്ന്. എന്നിട്ട് അവിടുന്ന് മരിച്ചു. മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്തുകൊണ്ടാണ് മരിച്ചെന്നറിയാം? നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, നിൻ മരണം കൊണ്ടെന്റെ, എനിക്ക് കീബോർഡ് ഇവിടെ തരാമോ? വന്നരകം നീയകറ്റി, പാടിക്കേ. നിൻ മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി. ഹല്ലേലൂയ. അതിന് സാധ്യമായതെല്ലാം ചെയ്യണം. മനുഷ്യപുത്രനെ ഉയർത്തണം. ഞാൻ പറയാം, ഉയർത്താൻ കൊള്ളാവുന്ന ആൾ മനുഷ്യപുത്രനാണ്, യേശു ക്രിസ്തുവാണ്. ഈ ഭൂമിയിൽ വല്ലതും പറയാൻ കൊള്ളാമെങ്കിൽ അത് ക്രൈസ്റ്റിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിച്ചു വരുമ്പോൾ 5-ാമത്തെ 21-ാമത്തെ വാക്യത്തിൽ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുവാരാണ് പാപമറിയാത്തവൻ. പാപമറിയാത്തവനെ പാപമാക്കി. യേശു ക്രിസ്തു പാപമറിയാത്തവനാണെന്ന് പറയുമ്പോ നിങ്ങൾ ആ ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം. ഒരു പരിഭാഷ പറയുന്ന, ക്രൈസ്റ്റ് നെവർ സിൻഡ് ബട്ട് ഗോഡ് ട്രീറ്റഡ് ഹിം ആസ് എ സിന്നർ. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, പക്ഷേ God treated him as a sinner. എവിടെ? കുരിശിൽ. അവിടുന്ന് പാപം അറിയാത്തവനാ കേട്ടോ, പാപം അറിയാത്തവനാ. ആമേൻ. യോഹന്നാൻ 8:46 യേശു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? എബ്രായർ 4:15 നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ഒഴിക്കുന്ന സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. എബ്രായ ലേഖനം 7:26 പറയുന്നുണ്ട്, അവിടുന്ന് പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേർപെട്ടവനാണ്. പവിത്രൻ സമം ഹോളി, നിർദോഷൻ സമം ഇന്നസെന്റ്, നിർമ്മലൻ സമം ഫോൾട്ട്ലെസ്, പാപികളോട് വേർപെട്ടവൻ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിഭാഷ, നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സിന്നേഴ്സ്. ഒരു പാപിയാലും അവിടുന്ന് ഇൻഫ്ലുവൻസ്ഡ് അല്ലായിരുന്നു. സ്തോത്രം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. പത്രോസ് പറഞ്ഞു, അവൻ പാപം ചെയ്തിട്ടില്ല. യേശു പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന പവിത്രനാണ് കേട്ടോ. പാപമറിയാത്തവനെ പാപമാക്കി. അർപ്പണങ്ങളിലൂടെയല്ല പാപപരിഹാരം, തർപ്പണങ്ങളിലൂടെയല്ല പാപപരിഹാരം, കർമ്മങ്ങളിലൂടെയല്ല പാപപരിഹാരം, തീർത്ഥയാത്രകളിലൂടെയല്ല പാപപരിഹാരം, നേർച്ച കാഴ്ചകളിലൂടെയല്ല പാപപരിഹാരം. അത് യേശുവിലൂടെയാണെന്ന്, യേശുവാണ് ജയാളിയെന്ന് ഉറക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യേശുവിനെ ഉയർത്തുക എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന പ്രസംഗവേദികൾ യേശുവിനെ ഉയർത്താനാണ്. നമ്മുടെ സഭകൾ യേശുവിനെ ഉയർത്താനാണ്. സഹോദരങ്ങളെ, കോളേജിൽ പഠിക്കുന്ന മക്കൾ ഒന്ന് കരം ഉയർത്തിക്കേ. കോളേജിൽ പഠിക്കുന്ന മക്കൾ ഒന്ന് കരം ഉയർത്തിക്കേ. സ്കൂളിൽ പഠിക്കുന്നവരൊന്ന് കരം ഉയർത്തേ. സ്കൂളിലും കോളേജിലും പഠിക്കുന്നവരൊന്ന് കരം ഉയർത്തിക്കേ. നിങ്ങൾ കോളേജിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്നത് അപ്പനും അമ്മയും ഇല്ലാത്ത ഒരിടത്ത് ഒരു ഫ്രീ ബാഡായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല, യേശുവിനെ ഉയർത്താൻ വേണ്ടിയാണ്. യേശുവിനെ ഉയർത്തണം, യേശുവിനെ ഉയർത്തണം. അടുത്തിരിക്കുന്നവരോട്, ആമേൻ, ചേർന്ന് നടക്കുന്നവരോട് യേശുവിനെ കുറിച്ച് പറയണം. ഏത് പ്രശ്നത്തിനും പരിഹാരമുള്ളത് യേശുവിലാണെന്ന് നീ പറയുമ്പോഴാണ് നിന്റെ വാക്കുകളിലൂടെ യേശു ഉയരുന്നത്.
യേശു ഉയർത്തപ്പെട്ടാൽ അതാണ് നമ്മൾ വായിക്കുന്നത്. ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ ഏവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റെനി ജോർജിനെ നിങ്ങൾക്കറിയത്തില്ലേ? റെനി ജോർജ് കരിക്കമ്പില കൊലക്കേസിലെ പ്രതി, അപ്പന്റെ പ്രായമുള്ള അമ്മയുടെ പ്രായമുള്ള അപ്പനെ പോലെ സ്നേഹിച്ച, അമ്മയെ പോലെ സ്നേഹിച്ച വൃദ്ധ ദമ്പതികളെ ആരുംകൊല ചെയ്ത ഒരു മനുഷ്യൻ. റെനി ജോർജിനും പാപപരിഹാരമുണ്ട് യേശു ഉയർത്തപ്പെട്ടാൽ. തങ്കമണി കൊലക്കേസിലെ പ്രതി ഗീതാകൃഷ്ണന് പാപമോചനമുണ്ട് യേശു ഉയർത്തപ്പെട്ടാൽ. വലപ്പാട് ജോസ് എന്ന് പറയുന്ന ഗുണ്ടയ്ക്ക് പാപപരിഹാരമുണ്ട് യേശു ഉയർത്തപ്പെട്ടാൽ. ഹല്ലേലൂയ. യേശു ഉയർത്തപ്പെട്ടാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് കേട്ടോ. യേശു ഉയർത്തപ്പെട്ടാൽ ആത്മഹത്യകൾ ക്യാൻസൽ ചെയ്യപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേ പറഞ്ഞു. യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ആരും ആത്മഹത്യ ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ആത്മഹത്യ യേശു ഒഴിവാക്കത്തേ ഉള്ളൂ. എത്രയിടങ്ങളിൽ കർത്താവ് വ്യക്തിപരമായി ഇറങ്ങിയിട്ടുണ്ട്, എത്രയിടങ്ങളിൽ കർത്താവ് വ്യക്തിപരമായി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും യേശു വ്യക്തിപരമായി ഇറങ്ങി ചിലരുമായിട്ട് കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടോ? യോഹന്നാൻ 12:32 പറയുന്നു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സാധാന്യ മണ്ഡലങ്ങൾ നമ്മുടെ കൺവെൻഷൻ വേദികളെ തിരിച്ചു കേട്ടോ. പണ്ട് കാലഘട്ടത്തിലൊക്കെ കൺവെൻഷൻ വേദി സ്തോത്രം അവസാനിക്കുമ്പോ കൂട്ടമായി ആളുകൾ രക്ഷിക്കപ്പെടുമായിരുന്നു. ഓർക്കുന്നില്ലേ പഴയ പാട്ട്? വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, വാ നീ യേശുവിങ്കൽ വാ. വിളിക്കുക, വാ വാ. എങ്ങനെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്? പക്ഷെ നമ്മുടെ ട്രെൻഡ് മാറി, നമ്മുടെ ട്രെൻഡ് മാറി. യേശുവിനെ നമ്മൾ മറന്നു കളഞ്ഞു. എല്ലാം ഉണ്ട്, പക്ഷേ യേശു ഉയർത്തപ്പെടുന്നില്ല. ഗ്ലോറി. യേശു ഉയർത്തപ്പെടുന്നില്ല. ഈ രാത്രി ഒരു തിരിച്ചുവരവ് കർത്താവിനോട് പറയും, എനിക്കൊരായുസ്സുണ്ടെങ്കിൽ അത് യേശുവിനെ ഉയർത്താനാണ്. ഞാന് ഈ വചനത്തിൽ വിശ്വസിച്ച് പറയാം, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സുവിശേഷ വേദികളിൽ, നമ്മുടെ കൺവെൻഷൻ വേദികളിൽ, നമ്മുടെ പ്രസംഗ വേദികളിൽ ആളുകൾ കൂട്ടമായി വിടുവിക്കപ്പെടും. യേശു ഉയർത്തപ്പെടണം. യേശു ഉയർത്തപ്പെടാതെ ആരെ ഉയർത്തിയിട്ട് ഒരു കാര്യമില്ല. പ്രസ്ഥാനത്തെ ഉയർത്തിയിട്ട് കാര്യമില്ല, ലീഡേഴ്സിനെ ഉയർത്തിയിട്ട് കാര്യമില്ല. യേശുവിനെ ഉയർത്തണം. Ramdal Janatana, Ragadal Kamana Gadagadan, Shamdal Janatana, Ragadal Kamana Gadagadan, Shamdal Janatana, Ragadal Kamana Gadagadan, Shamdal Janatana, Rekatani, Eshimana Uyartanam, Eshimana Uyartanam, Eshimana Uyartanam. നമ്മുടെ തലമുറകൾ യേശുവിനെ കാണണം. ഞാനത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കണേ. പൗലോസ് പറയുന്നുണ്ട്, അത്രയുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഛേദമെന്ന് എണ്ണി. വേടത്ത് പൗലോസ് പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ചോദ്യം, പോലെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയത്തില്ലേ? പൗലോസിന് പലതും അറിയാം. എന്നോടിപ്പോ ഗ്രീക്ക് പ്രസംഗിക്കാൻ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ സ്തോത്രം ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എപ്സിലോൺ എന്നൊക്കെ വേണേ പറയും. പക്ഷെ എനിക്ക് ഗ്രീക്ക് പ്രസംഗം അറിയില്ല. സ്തോത്രം.
പൗലോസിന് ഗ്രീക്കിൽ പ്രസംഗിക്കാൻ അറിയാം. പൗലോസിന് അരാമ്യ ഭാഷയിൽ പ്രസംഗിക്കാൻ അറിയാം. അദ്ദേഹത്തിന് എബ്രായ ഭാഷ പ്രസംഗിക്കാൻ അറിയാം. അദ്ദേഹത്തിന് സാഹിത്യം പറയാൻ അറിയാം. അതുകൊണ്ടാണ് ഫെസ്തോസ് പറഞ്ഞത്, വിദ്യാഭ്യാസത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോ തന്റെ ഫിലോസഫിയെയും തന്റെ ജ്ഞാനത്തെയും മുഴുവൻ യേശുക്രിസ്തുവിനെ ഒരു തട്ടിലും ഇവയെ മറ്റൊരു തട്ടിലും വെച്ചിട്ട് തൂക്കി നോക്കിയപ്പോ യേശുക്രിസ്തുവിന്റെ തട്ട് വളരെ താണു കിടക്കുക. പൗലോസിന് മനസ്സിലായി, തന്റെ ഫിലോസഫി തന്റെ ജ്ഞാനമൊന്നുമല്ല, യേശുവാണ് വലുത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിനെ അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയണ്ട. രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? യേശുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാഗ്വൈഭവത്തോടെ അല്ലതാനും സാഹിത്യം പറയുന്നത് കൊണ്ട്, ഭാഷയുടെ ആ പ്രയോഗങ്ങൾ നടത്തുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന് അല്പമെങ്കിലും മങ്ങൽ വരുമെങ്കിൽ, യേശു ഉയരേണ്ടിടത്ത് പ്രഭാഷകൻ ഉയരുമെങ്കിൽ വാഗ്വൈഭവവും വേണ്ട, യേശു ഉയർന്നാൽ മതി.